വെൽക്കം. കോഴഞ്ചേരി പ്രസംഗം, ചരിത്രത്തിൻ്റെ ഭാഗമായ കോഴഞ്ചേരി പ്രസംഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കോഴഞ്ചേരി പ്രസംഗം ആരുടേതാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കോഴഞ്ചേരി പ്രസംഗം കേട്ടാൽ തന്നെ മനസ്സിലാകും ആരുടേതാണെന്ന്. സി കേശവൻ 1951 മുതൽ 52 വരെ തിരുവിതാംകൂർ കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം 1935 മെയ് 11 കോഴഞ്ചേരിയിൽ ചെയ്ത ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രസംഗമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ആ പ്രസംഗത്തിന് 90 വയസ്സായി. ആ പ്രസംഗത്തിന് 90ാം വാർഷികമാണിത്. പല പ്രസംഗങ്ങളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായ, ചരിത്രത്തെ മാറ്റിമറിച്ച പ്രസംഗങ്ങൾ, ചരിത്രത്തെ ഇളക്കി മാറ്റിയ പ്രസംഗങ്ങൾ, കാലാതീതമായ പ്രസംഗങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉദാഹരണം, യേശു ക്രിസ്തു നടത്തിയ ഗിരിപ്രഭാഷണം ഇന്നും ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഭാഗ്യവാന്മാർ എന്നതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ വിഷയം. ആരാണ് ഭാഗ്യവാന്മാർ? ചരിത്രപ്രസിദ്ധമായ പ്രസംഗമായിരുന്നത്. ഇന്നും ആളുകൾ വായിച്ച് ഭാഗ്യശാലികളാണെന്ന് കണ്ടെത്തുകയാണ്. അതുപോലെ എബ്രഹാം ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് സ്പീച്ച്, വെറും 3 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ അദ്ദേഹം ജനാധിപത്യത്തെ നിർവചിക്കുക പോലും ചെയ്തു. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങളുടെ ഗവൺമെന്റ്, ജനങ്ങളാലുള്ള ഗവൺമെന്റ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ്. വെറും 3 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ജനാധിപത്യത്തെ വ്യാഖ്യാനിച്ചു, ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ പ്രസിദ്ധമാണ് വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന ആ സംബോധന ലോകത്ത് ആദ്യം കേൾക്കുകയായിരുന്നു. മാർട്ടിൻ ലൂഥറിന്റെ പ്രസിദ്ധമായ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. എല്ലാ കുന്നുകളും നികന്നു വരുന്ന ഒരു കാലം ഉണ്ടാകണം, എല്ലാ താഴ്വരകളും ഉയർന്നു വരുന്ന ഒരു കാലം, വളഞ്ഞത് നേരെയാകുന്ന ഒരു കാലം. അതിസുന്ദരമായൊരു സ്വപ്നത്തിൻ്റെ വർണ്ണനയാണത്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 രാത്രിയിൽ ചെയ്ത അർദ്ധരാത്രി ചെയ്ത സ്വാതന്ത്ര്യ പ്രക്ഷേപണം പ്രസംഗം, റേഡിയോയിലൂടെ ചെയ്ത സ്വാതന്ത്ര്യ പ്രസംഗം. അത് മാത്രമല്ലല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ട് മാർക്ക് ആന്റണിയുടെ ഫ്യൂണറൽ ഒറേഷൻ. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായ പ്രസംഗങ്ങളാണ്. ഇന്നും അവ കേട്ട് ആസ്വദിക്കുന്നുണ്ട് മനുഷ്യരെ. വായിച്ചാസ്വദിക്കുകയും കേട്ട് ആസ്വദിക്കുകയും ഇന്നും ചിന്താ സരണികളെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ആ പ്രസംഗങ്ങൾ കാലാതീതമാണ്. ആ കൂട്ടത്തിൽപ്പെടുത്താവുന്ന പ്രസംഗമാണ് സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം. 1935 മെയ് 11 കോഴഞ്ചേരിയിൽ വെച്ച്, പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ വെച്ച് അദ്ദേഹം ചെയ്ത ചരിത്രപ്രസിദ്ധമായ പ്രസംഗം. പിന്നീട് നിവർത്തന പ്രക്ഷോഭണത്തിന്റെ തുടക്കം കുറിച്ചത് ആ പ്രസംഗമായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് വരെ നയിച്ച നിവർത്തന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് കോഴഞ്ചേരി പ്രസംഗമായിരുന്നു. കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന ഗ്രാമത്തിൽ ജനിച്ച സി കേശവൻ ഈ ഒറ്റ പ്രസംഗത്തിലൂടെ മരണത്തിനും അതീതനായി നിൽക്കുകയാണ്. കാരണം എൻ്റെ വിഷയം അതായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ വിഷയം അതായിരുന്നു.
ആ കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെ അദ്ദേഹം നിർവചിക്കുക പോലും ചെയ്തു. അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളെ സംബോധന ചെയ്തത് മഹാജനങ്ങളെ എന്നാണ്. മഹാജനങ്ങളെ. ആ സംബോധനയ്ക്ക് പിന്നിൽ ഒരു വലിയ അർത്ഥമുണ്ട്. കാരണം ആ യോഗം സംഘടിപ്പിച്ചത് ക്രൈസ്തവ മഹാസഭയായിരുന്നു. പക്ഷെ പങ്കെടുത്തത് ക്രൈസ്തവരും ഈഴവരും മുസ്ലിങ്ങളുമായിരുന്നു. അവരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ആ മഹാസഭ കേരളത്തിന് വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിക്കുന്ന ഒരു മഹാസഭയായിരുന്നു. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്? അദ്ദേഹം പ്രസംഗിച്ചത് പൗരാവകാശങ്ങളെ കുറിച്ചാണ്, ജനാധിപത്യത്തെ കുറിച്ചാണ്. അന്ന് കേരളം അടക്കി വാഴുന്ന സ്വേച്ഛാധിപതിയായ CP രാമസ്വാമിക്കെതിരെയുള്ള പൊട്ടിത്തെറിക്കലായിരുന്നു ആ പ്രസംഗം. CP വളരെ സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു, ബുദ്ധിമാനായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായി അദ്ദേഹം സ്വേച്ഛാധിപതിയായിരുന്നു. അദ്ദേഹത്തിന് ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളും പൗരാവകാശ ലംഘനങ്ങളും കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ട കാലമാണ്. അതുകൊണ്ടാണ് C. കേശവൻ തൻ്റെ പ്രസംഗം തുടങ്ങിയത് ഈ അന്ധകാരം നിറഞ്ഞ കാലത്ത്, എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കുന്നതിൽ വ്യസനമുണ്ട് എന്നാണ്. ആ കാലഘട്ടത്തിൽ വിലയിരുത്തുകയാണ്. അതിനപ്പുറം ആ കാലഘട്ടത്തെ വിലയിരുത്താൻ സാധ്യമല്ല. പൗരാവകാശികൾ ചവിട്ടിമതിക്കപ്പെട്ട കാലം, CPക്കെതിരെ സംസാരിക്കുവാൻ ആരും തുനിയാത്ത കാലം, സ്വേച്ഛാധിപത്യം കുടികുത്തി വാഴുന്ന കാലം, അന്ധകാരം നിറഞ്ഞ കാലം. ആരും CPക്കെതിരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ C. കേശവൻ ആ ധീരതയുണ്ടായി. അതിന് വില അദ്ദേഹം പിന്നീട് അദ്ദേഹം കൊടുത്തു. അതിന് വലിയ വില അദ്ദേഹം കൊടുക്കേണ്ടി വന്നു. പക്ഷെ C. കേശവന് മാത്രമേ അത് കഴിയുമായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തെ വിലയിരുത്തി അന്ധകാരം നിറഞ്ഞ ഈ കാലത്തെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് വ്യസനമുണ്ട്. CPയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ മനുഷ്യൻ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഈ നാട് ഗുണം പിടിക്കില്ല. ഒരാളും അങ്ങനെ ശബ്ദിച്ചിട്ടില്ല CPക്കെതിരെ. ഒരു മഹാഗർജനമാണ്, സിംഹഗർജനമായിരുന്നു C. കേശവൻ കോഴഞ്ചേരിയിൽ നടത്തിയത്. അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളെ സംബോധന ചെയ്തത് മഹാജനങ്ങളെ എന്നാണ്. മഹാജനങ്ങളെ. ആ സംബോധനയ്ക്ക് പിന്നിൽ ഒരു വലിയ അർത്ഥമുണ്ട്. കാരണം ആ യോഗം സംഘടിപ്പിച്ചത് ക്രൈസ്തവ മഹാസഭയായിരുന്നു. പക്ഷെ പങ്കെടുത്തത് ക്രൈസ്തവരും ഈഴവരും മുസ്ലിങ്ങളുമായിരുന്നു. അവരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ആ മഹാസഭ കേരളത്തിന് വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിക്കുന്ന ഒരു മഹാസഭയായിരുന്നു. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്? അദ്ദേഹം പ്രസംഗിച്ചത് പൗരാവകാശങ്ങളെ കുറിച്ചാണ്, ജനാധിപത്യത്തെ കുറിച്ചാണ്. അന്ന് കേരളം അടക്കി വാഴുന്ന സ്വേച്ഛാധിപതിയായ CP രാമസ്വാമിക്കെതിരെയുള്ള പൊട്ടിത്തെറിക്കലായിരുന്നു ആ പ്രസംഗം. CP വളരെ സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു, ബുദ്ധിമാനായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായി അദ്ദേഹം സ്വേച്ഛാധിപതിയായിരുന്നു. അദ്ദേഹത്തിന് ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളും പൗരാവകാശ ലംഘനങ്ങളും കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ട കാലമാണ്. അതുകൊണ്ടാണ് C. കേശവൻ തൻ്റെ പ്രസംഗം തുടങ്ങിയത് ഈ അന്ധകാരം നിറഞ്ഞ കാലത്ത് എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കുന്നതിൽ വ്യസനമുണ്ട് എന്നാണ്. ആ കാലഘട്ടത്തിൽ വിലയിരുത്തുകയാണ്. അതിനപ്പുറം ആ കാലഘട്ടത്തെ വിലയിരുത്താൻ സാധ്യമല്ല. പൗരാവകാശികൾ ചവിട്ടിമതിക്കപ്പെട്ട കാലം, CPക്കെതിരെ സംസാരിക്കുവാൻ ആരും തുനിയാത്ത കാലം, സ്വേച്ഛാധിപത്യം കുടികുത്തി വാഴുന്ന കാലം,
അന്ധകാരം നിറഞ്ഞ കാലം. ആരും സി പിക്കെതിരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ സി കേശവന് ആ ധീരതയുണ്ടായി. അതിന് വില പ്രത്യേകം പിന്നീട് അദ്ദേഹം കൊടുത്തു. അതിന് വലിയ വില അദ്ദേഹം കൊടുക്കേണ്ടി വന്നു. പക്ഷെ സി കേശവന് മാത്രമേ അത് കഴിയുമായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തെ വിലയിരുത്തി അന്ധകാരം നിറഞ്ഞ ഈ കാലത്തെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് വ്യസനമുണ്ട്. സി പി ഐയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ മനുഷ്യൻ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഈ നാട് ഗുണം പിടിക്കില്ല. ഒരാളും അങ്ങനെ ശബ്ദിച്ചിട്ടില്ല സി പിക്കെതിരെ. ഒരു മഹാഗർജനമാണ്, സിംഹഗർജനമായിരുന്നു സി കേശവൻ കോഴഞ്ചേരിയിൽ നടത്തിയത്. അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ ഏതെല്ലാം വിഷയങ്ങളായിരുന്നു എടുത്തത്. 1917 റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് അധികം സവിസ്തരം പ്രതിപാദിച്ചു. ഐറിഷ് ജനതയുടെ പോരാട്ടത്തെക്കുറിച്ച് അധികം വിവരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മളെ സഹായിക്കുന്ന ചരിത്ര വസ്തുതകളാണ്. 1932 ഭരണ പരിഷ്കാരങ്ങളിൽ ധാരാളം പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ ഒരു ഉദ്ദേശം അതായിരുന്നു, ആ പോരായ്മകൾ പരിഹരിക്കണം. 1932 ഭരണപരിഷ്കാരങ്ങൾ അതിൻ്റെ എല്ലാ പരിമിതികളും പരിഹരിക്കാനുള്ള ഒരാഹ്വാനമായിരുന്നു. ആ പരിമിതികളിലേക്കുള്ളൊരു എത്തിനോട്ടമായിരുന്നു കോഴഞ്ചേരി പ്രസംഗം. തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലുള്ള ആളുകളിൽ 28% ആളുകൾ ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരുന്നു. പക്ഷെ അവർക്ക് ഈ നാട്ടിൽ വോട്ടവകാശമില്ല. അന്നത്തെ കാലത്ത് വോട്ട് ആർക്കായിരുന്നു? ഭൂ ഉടമകൾക്കായിരുന്നു വോട്ട്. ഭൂ ഉടമകൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ 3 വിഭാഗങ്ങളിൽ പലർക്കും ഭൂമി ഉണ്ടായിരുന്നു. അവർ ഭൂ ഉടമകളായിരുന്നു. പക്ഷേ അവർക്ക് വോട്ടവകാശമില്ലായിരുന്നു. എന്താ? സി പിയുടെ നിയമം അനുസരിച്ച് വോട്ട് ആർക്കാണുള്ളത്? ഇവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ മുൻ ഉടമകൾക്കാണ് വോട്ടവകാശം. എത്ര വിചിത്രമായ ജനാധിപത്യമാണിത്! ഇതിൻ്റെ പൊള്ളത്തരം അദ്ദേഹം തുറന്നു കാണിച്ചു. അവിടെ കൂടിയുന്ന ജനലക്ഷങ്ങൾ ആ പ്രസംഗത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. നിയമസഭയിലേക്ക് ഒരാൾ പോലും വരാൻ സാധ്യതയില്ലായിരുന്നു നേരത്തെയെങ്കിൽ. ഇപ്പോൾ നിരവധി ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം നിയമസഭാ സാമാജികന്മാരുണ്ടായി. അതാ പ്രസംഗത്തിൻ്റെ ഇമ്പാക്റ്റായിരുന്നു. കാരണം അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളെ സ്വീകരിക്കുവാൻ സി പി നിർബന്ധിതമായി. ജനത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കി ഇവർക്കും വോട്ടവകാശം നൽകിയപ്പോൾ നിരവധി പേർ ഇക്കൂട്ടത്തിൽ നിയമസഭാ സാമാജികരായി മാറി. അതാണ് എൻ്റെ ഇമ്പാക്റ്റ്. ആ പ്രസംഗത്തിന് ഇമ്പാക്റ്റ് അതായിരുന്നു. അദ്ദേഹം അതിൽ ഉയർത്തിപ്പിടിച്ചത് ജനാധിപത്യ അവകാശങ്ങളായിരുന്നു. ഐക്യ കേരളത്തിൻ്റെ ആഹ്വാനമായിരുന്നു ആ പ്രസംഗം. സി കേശവൻ ഉയർത്തിപ്പിടിച്ചത് ബഹുസ്വരതയുടെ രാഷ്ട്രീയമായിരുന്നു. അതിന് അദ്ദേഹത്തെ സ്വാധീനിച്ചത് മാർക്സും ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ഗാന്ധിജിയുമായിരുന്നു. ഒരു അപൂർവ മിക്സ്ചറായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചോളം. ഇവരായിരുന്നു അദ്ദേഹത്തെ സ്വാധീനിച്ച അവരുടെ ആശയങ്ങളായിരുന്നു. അതുകൊണ്ട് ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുവാൻ, ഒരു പ്ലൂറലിസ്റ്റ് അപ്രോച്ച് ഉയർത്തിപ്പിടിക്കുവാൻ ആ പ്രസംഗത്തിലൂടെ സി കേശവന് കഴിഞ്ഞു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്താ അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഉയർത്തിവിട്ട ചില ആശയങ്ങൾ സ്വീകരിക്കുവാൻ ഭരണാധികാരികൾ നിർബന്ധിതമായി. സി പി രാമസ്വാമി അന്ന് തുടങ്ങി വെച്ചതാണ് നിവർത്തന പ്രക്ഷോഭണം. അത് പിന്നീട് അതിൻ്റെ അലകളെ ധാരാളമായി അടിച്ചു കേരളത്തിൽ. അതിൻ്റെ ഫലമായിട്ടാണ്
അഡൽട്ട് സഫറേജ് എന്ന് പറയുന്ന പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞ ആശയം സ്വീകരിക്കപ്പെട്ടത് കേരളത്തിൽ. അതുമാത്രമല്ല, പബ്ലിക് സർവീസ് കമ്മീഷൻ PSC രൂപീകരണം അതിനെ തുടർന്ന് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു പ്രധാന സംഗതി, ഉദ്യോഗങ്ങളെല്ലാം സവർണർക്കാണ്, ഭരണസ്വാധീനമുള്ള സവർണർക്ക് മാത്രമാണ് ഉദ്യോഗങ്ങൾ എന്നത് ഒരു വലിയ വിമർശനമായി മാറുകയും അതിനെ തുടർന്ന് PSC, നമ്മുടെ ചരിത്രത്തിൽ പിന്നെന്ത് സ്വാധീനം ചെലുത്താൻ പോകുന്നതാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന അപ്പോയിൻമെൻ്റ് അതോറിറ്റി രൂപപ്പെടുവാൻ ആ പ്രസംഗം നിമിത്തമായി എന്ന് പറഞ്ഞാൽ ആ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതായിരുന്നു. ഞാൻ CP രാമസ്വാമിയെക്കുറിച്ച് കുറച്ചൊന്നും പറയാനുള്ള ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം മോശക്കാരനൊന്നും ആയിരുന്നില്ല. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പൗരാവകാശങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളായിരുന്നു. അതിനൊക്കെ ഒരു പരിധിവരെ പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ശക്തമായി എന്ന് ഈ പ്രസംഗത്തിലൂടെ C. കേശവൻ തെളിയിച്ചു. ഉദ്യോഗങ്ങളിൽ കുത്തക പുലർത്തിയ സമുദായങ്ങൾക്ക് പിന്നീട് അവകാശങ്ങൾ തുടർന്ന് അങ്ങനെ ആസ്വദിക്കാൻ കഴിയാതെ വരികയും അർഹിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയെത്തി. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി C. കേശവൻ ഉയർത്തിപ്പിടിച്ചത് ഐക്യ കേരളം എന്ന പ്രസ്ഥാനമായിരുന്നു. ഐക്യ കേരളം എന്ന ആശയമായിരുന്നു. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഐക്യ കേരളം എന്ന ആശയം. അദ്ദേഹം നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഒരു വലിയ മുന്നണി പോരാളിയായി വളർന്നു വന്നു. ഈ പ്രസംഗത്തെ തുടർന്ന് അവസാനം അത് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് ആ പ്രക്ഷോഭം കൊണ്ടെത്തിച്ചു. ആ ചരിത്രം പഠിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. അൺടച്ചബിലിറ്റിക്കെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ, തീണ്ടിക്കൂടായ്മയ്ക്കെതിരെ അദ്ദേഹം നാവുയർത്തി. അത് ആ പ്രസംഗത്തിലുടനീളമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1935 മെയ് ഒരു ചരിത്ര ദിനമാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര പേർക്ക് ഈ മനുഷ്യനെ കുറിച്ച് അറിയാം? നമ്മുടെ ഇന്നത്തെ യുവതലമുറയിൽ എത്ര പേർക്ക് C. കേശവൻ ആരാണെന്നറിയാം? 51 മുതൽ 52 വരെ, 1951 മുതൽ 52 വരെ തിരുവിതാംകൂർ കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ഈ മനുഷ്യനെ കുറിച്ച് യുവതലമുറയ്ക്ക് എന്തറിയാം? അദ്ദേഹത്തിൻ്റെ മകൻ K. ബാലകൃഷ്ണൻ ഉജ്ജ്വലനായ പ്രഭാഷകനായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ശോഭിച്ച പാർലമെൻറ്റ് മെമ്പർമാരിലൊരായിരുന്നു K. ബാലകൃഷ്ണൻ. എഴുത്തുകാരനായിരുന്നു, പ്രഭാഷകനായിരുന്നു. C. കേശവനാണ് കേരള കൗമുദിയുടെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ തലമുറയിൽ എത്ര പേർക്കറിയാം? ഇന്ന് കേരള കൗമുദി പത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നായി അത് തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റർ, അതിൻ്റെ സ്ഥാപക എഡിറ്റർ C. കേശവനായിരുന്നു എന്നുള്ളതും നമ്മുടെ യുവതലമുറ മനസ്സിലാക്കണം. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് ഗെറ്റിസ്ബർഗ് സ്പീച്ച് പോലെ ചരിത്രം സ്മരിക്കപ്പെടുന്ന പ്രസംഗമാണ്. അത് മാർട്ടിൻ ലൂഥറിൻ്റെ സ്പീച്ച് പോലെ ചരിത്രം ഓർമ്മിക്കുന്ന പ്രശ്നമാണ്. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിലെ അർദ്ധരാത്രി നടത്തിയ സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രസംഗം പോലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ യുവതലമുറ മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയം ഇതെടുത്തത്. മെയ് 11 കഴിഞ്ഞു, 90 വർഷം കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ എത്ര പ്രസ്ഥാനങ്ങൾ ഈ പ്രസംഗം ഏറ്റെടുത്തു? എനിക്ക് വളരെ ഹൃദയവേദന ഉണ്ട് ആ കാര്യത്തിൽ. നമ്മുടെ തലമുറയ്ക്ക് ഇത് മനസ്സിലായിട്ടില്ലല്ലോ. എത്ര യുവജന സംഘടനകൾ ഇത് അനുസ്മരിക്കുന്നു, എത്ര രാഷ്ട്രീയ പാർട്ടികൾ അനുസ്മരിക്കുന്നു, എത്ര സമുദായ സംഘടനകൾ ഇത് അനുസ്മരിക്കുന്നു. ഈ 90ാം വാർഷികത്തെങ്കിലും C. കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം ഉന്നീതമാക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുവാൻ നാട്ടിലെങ്ങും ഈ പ്രസംഗത്തെക്കുറിച്ച് ചർച്ചാ സമ്മേളനങ്ങൾ നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഈ ആശയങ്ങൾ കേട്ടുകൊണ്ട് ക്ഷമാപൂർവ്വം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വിനീതമായ